ത്തെ നമ്മുടെ ചക്കോൻ കുഞ്ഞൂസുമായിട്ട് നിങ്ങളുടെ കുറച്ചേറെ കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രമല്ല ഒരു വ്യക്തിക്ക് നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. പലതവണയായി എൻ്റെ ചാനലിലൂടെ തന്നെ ഞാൻ അയാൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടും പിന്നെയും പിന്നെയും ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പുതിയ ആരോപണം എന്ന് പറയുന്നത് കൃപാസനത്തിൽ പോകുന്ന എല്ലാവർക്കും ഭ്രാന്താണത്രേ. അങ്ങനെയാണോ സഹോദര? അറിഞ്ഞില്ലായിരുന്നു. സത്യമായിട്ടും അറിഞ്ഞില്ല കൃപാസനത്തിൽ പോകുന്ന എല്ലാവർക്കും ഭ്രാന്താണെന്ന്. അങ്ങനെ ഭ്രാന്താകണമെങ്കിൽ ആദ്യത്തെ ഭ്രാന്തി ഞാനായിരിക്കും. കാരണം കഴിഞ്ഞ 12 വർഷമായി കൃപാസനാമ്മയുടെ കരം പിടിച്ച് നടക്കുന്നവളാണ് ഞാൻ. 5 വർഷമായിട്ട് സിംഗപ്പൂർ മണ്ണി ജോലി ചെയ്യുന്നു. എനിക്ക് ഭ്രാന്തുണ്ടായിരുന്നെങ്കിൽ സിംഗപ്പൂർ മണ്ണി എനിക്ക് ജോലി കിട്ടില്ലല്ലോ. അവർ നോക്കില്ലേ, എൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കില്ലേ, പരിശോധിക്കില്ലേ, എന്നിട്ട് വീട്ടിൽ പോയിരിക്കാൻ പറയില്ലേ? അപ്പോൾ കൃപാസൻ മണി പോകുന്നവർക്കൊക്കെ ഭ്രാന്താണെന്നുള്ള താങ്കളുടെ ആരോപണം ശരിയോ തെറ്റോ അത് താങ്കൾ തന്നെ തീരുമാനിക്കുക. പിന്നെ രാവിലെ 5:30 മണിക്ക് കുറുവാസന അമ്മ വന്ന് എല്ലാവരും വിളിച്ചുണർത്തുന്നു ഇത്ര. എന്തോ അത് ഞങ്ങളുടെ ഭാഗ്യടോ. കൃപാസനമ്മ വന്ന് കുറുവാസനമ്മ അമ്മയല്ല കേട്ടോ, ഞങ്ങളുടെ സ്വന്തം അമ്മ കൃപാസന അമ്മ വന്ന് 5:30 മണിക്ക് ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തുന്നുണ്ടെങ്കിൽ അത് ജോസഫ് അച്ഛൻ വഴിയാകുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കുന്നവരാടോ ഞങ്ങളൊക്കെയും. അത് താങ്കൾക്കത് പല കുഴപ്പങ്ങളുമായിട്ടും തോന്നും. പിന്നെ പറയുന്നു ആരൊക്കെയോ ജോസഫ് അച്ഛനെ സ്വപ്നം കാണുന്നു. എടോ, ഒരു വ്യക്തിയെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് സ്ത്രീകളാരും പിഴകളാവില്ലടോ. താൻ എന്താ തിരിച്ചു വെച്ചിരിക്കുന്ന സ്ത്രീകളെയൊക്കെ പറ്റി? സ്ത്രീകളൊക്കെ എന്താ പിഴകളാണെന്നോ? ഒരാളെ സ്വപ്നം കണ്ട എല്ലാവരും പിഴകളാകുമോ? താൻ എന്താ അത് മാത്രമല്ലല്ലോ, അതിന് താഴെ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അച്ഛനടുത്ത് വരുമ്പോൾ ചിലർക്കൊക്കെ സുഗന്ധം ഉണ്ടാകുന്നു, മുല്ലപ്പൂ ഗന്ധം ഉണ്ടാകുന്നു, പെർഫ്യൂമിൻ്റെ ഗന്ധം ഉണ്ടാകുന്നു, വെടിയുടെ മണം വരെ വരുന്നു അത്രേ. എടോ, അച്ഛനടുത്ത് വരുമ്പോഴല്ല ആർക്കും നല്ല മുല്ലപ്പൂവിൻ്റെ മണവും ഒക്കെ കിട്ടുന്നത്. എവിടെ നിന്നാണെന്നറിയോ? അത് പരിശുദ്ധാമ്മയുടെ സാന്നിധ്യമാണ്, അല്ലാതെ അച്ഛൻ്റെ സാന്നിധ്യമല്ല. തന്നെപ്പോലുള്ളവർ വെറുതെ പുറമേ ഇരുന്ന കുറേ കാഴ്ചകൾ കണ്ടിട്ട് എന്തൊക്കെയോ വിളിച്ചു കൊന്ന് എന്താ പറയേണ്ടതെന്ന് തനിക്കറിയില്ല. എടോ, തൻ്റെ ചാനലിൽ വേറെ ഒരു വിഷയം തനിക്ക് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും കൃപാസനത്തിലെ അമ്മയും ജോസഫ് അച്ഛനെയും ഞങ്ങൾ ഭക്തരായി. ഇപ്പം ഞങ്ങൾക്ക് ബാക്കി എല്ലാവരും വിട്ടപ്പോൾ ഭക്തർക്കെല്ലാം ഭ്രാന്താണ് അത്ര. അപ്പോൾ കേരളം മാത്രമല്ല, അമേരിക്ക, റഷ്യ, UK, അങ്ങനെ കൃപാസനത്തിൻ്റെ മണ്ണിൽ വന്ന എല്ലാവർക്കും ഭ്രാന്താണെന്നാണ് പുള്ളി പറയുന്നത്. എല്ലാവരെയും കുതിരവട്ടത്ത് കൊണ്ടിടണമെന്ന്. അപ്പം ഞാൻ മനസ്സിലാക്കിയ സത്യമനുസരിച്ച് ആദ്യം കുതിരവട്ടത്ത് കൊണ്ടിടേണ്ട തന്നെയാടോ. തനിക്കാ ശരിക്കുള്ള ഭ്രാന്ത്, അല്ലാതെ വേറെ ആർക്കും എത്രയും ഭ്രാന്ത്? വേറെ ഒരു വിഷയമില്ലേ തനിക്കിരുന്ന് സംസാരിക്കാനായിട്ട്? താൻ കുറേ 2 വർഷം കൊണ്ട് ഈ വിഷയം തന്നെ ഇരുന്ന് സംസാരിച്ച് തനിക്ക് മടുത്തില്ലേ? താൻ എത്ര സംസാരിക്കുന്നു അത്രയും അധികം ആൾക്കാർ കൃപാസനത്തിൽ പോവുകയല്ലേ, കൃപാസനമാണെങ്കിൽ അമ്മയോട് ചേർന്ന് നിൽക്കുകയല്ലേ, അമ്മയുടെ സ്നേഹപ്രപഞ്ചത്തിൽ ജീവിക്കുകയല്ലേ. ഇതാദ്യമായിട്ട് എനിക്ക് കർത്താവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിരുന്ന അമ്മമാരെ പറ്റി മോശം പറഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടക്കേട് തോന്നും അമ്മമാരെ പറ്റി പറയുമ്പോൾ. ഇവിടെ ഒരാൾ എത്രയോ കാലമായിട്ട് ഒരാളിരുന്ന് സ്വന്തം അമ്മയെ കുറ്റപ്പെടുത്തി മോശമായ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നിട്ടും പ്രതികരിക്കുന്നതേയില്ല. എൻ്റെ കർത്താവേ, 70 വട്ടം ക്ഷമിക്കണമെന്നുള്ള തിയറി കുറച്ച് നേരത്തേക്ക് മാറ്റിവെക്കുക. ഇവനെപ്പോലുള്ളവരുടെ കട്ടക്കിൽ തന്നെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ 2 വർഷം കൊണ്ട് അമ്മ ക്ഷമിച്ചു, എൻ്റെ കർത്താവെ നീയും ക്ഷമിച്ചു. ഇനി ക്ഷമിക്കേണ്ട കാര്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. ലോകത്ത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആർക്കും മാരക രോഗങ്ങളൊന്നും വരില്ല. കാരണം നമ്മളെപ്പോലെ തന്നെയാണ് അവർ. ഒരു രോഗം വന്നാൽ അതിനെ അവർക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായാലും അതിൻ്റെ വേദനകളിലൂടെ കടന്നു പോവുക എന്ന് ചെയ്യുന്നതും വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇമ്മാതിരി തോന്നിവാസങ്ങൾ സ്വന്തം നാവിലൂടെ പുറത്തേക്ക് ഇങ്ങനെ അസഭ്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതല്ല ഇതിനപ്പുറം വരണമെന്ന് ആഗ്രഹിച്ചു പോത്തുള്ളൂ. ഇന്ന് ആദ്യമായിട്ട് കർത്താവിൻ്റെ മുന്നിൽ ചെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഞാൻ. സാധാരണ രീതിയിൽ കർത്താവിനോട് വഴക്കിടും, അമ്മയോടും വഴക്കിടുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ യാതൊരു എളുപ്പവും ഇല്ലേ കർത്താവിനെന്ന് ചോദിച്ചു. സ്വന്തം അമ്മയല്ലേ ഈ പറയണത്? ഇത്ര കാലമായിട്ട് ഇങ്ങനെ ഇടന്ന് ആക്ഷേപിക്കണോ? എന്നിട്ട് എന്തേ പ്രതികരിക്കാതെ ഇങ്ങനെ ഒത്തിരിക്കുന്നു? വേറെ കുറേ ആൾക്കാർ പറയുന്നു അമ്മയില്ല, എത്ര അമ്മയില്ലാതെ മകനുണ്ടാവുന്നത്, എത്ര അമ്മയില്ലാതെ എങ്ങനെയാണോ മകനുണ്ടാവുന്നത്? നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായത്? നിങ്ങൾക്കൊന്നും അമ്മയില്ലാതെ നിങ്ങൾ സ്വയം പൊട്ടിമുളച്ച് ഭൂമിയിലേക്ക് വന്നത്. അതിന് വചനം ബേസ് ചെയ്ത് സംസാരിക്കുന്നു. വചനത്തിൽ എന്താ പറയുന്നത്? കർത്താവ് എന്താ പറയുന്നത്? സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കാനല്ലേ പറയുന്നത്? അമ്മയുടെ മഹത്വം കാണുന്നവർ എന്ത് കൂട്ടി വെക്കുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൻ്റെ മഹത്വം കാണുന്നവർ എന്ത് കൂട്ടി വെക്കുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ബൈബിൾ പോയി നിങ്ങളാദ്യം വായിച്ചു നോക്കൂ. പലരും വന്ന് എന്നോട് പറയുന്നു ബൈബിൾ വായിക്കാൻ. ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല, എനിക്ക് വചനം അറിയത്തറേ.
വചനം അറിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, സ്നേഹിക്കാൻ, കൃപാസന മണ്ണിൽ പോയി നിങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങിയെടുക്കാൻ പറയുന്നത് കൊണ്ട് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അത്ര പ്രചരിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള അമ്മമാരുടെ സ്ഥാനം എവിടെ? വൃദ്ധസദനങ്ങളാണോ? അതോ ജീവനോട് കുഴികുത്തി മൂടിയോ നിങ്ങളൊക്കെ? പിന്നെന്താ നിങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന അമ്മ വേണ്ട മകൻ മതി, അമ്മൻ വേണ്ട? എടോ, അമ്മ വേണ്ട മകൻ വേണ്ട, മകൻ മതി മകൻ മതി എന്ന് പ്രചരിപ്പിച്ച് കേരളം മുഴുവൻ വൃദ്ധസദനങ്ങളായി. ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ? പറയാതിരിക്കാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞു പോവുക. ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിങ്ങൾക്കൊക്കെ? ഇങ്ങനെ പ്രചരിപ്പിക്കുകയല്ലേ? മകനെ മതി മകനെ മതി. ശരിയാ, വരുന്ന പിള്ളേർക്കെല്ലാം മകനെ മാത്രം മതി, അമ്മമാരെ ആർക്കും വേണ്ട. കൊണ്ട് തള്ളുക വൃദ്ധസാധനങ്ങളിൽ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ കുഴികുത്ത് മൂട് നിങ്ങളൊക്കെ. അല്ലാതെ ഞാൻ ഇതിനെന്താ മറുപടി പറയേണ്ടത്? എടോ, ആദ്യം അമ്മയുടെ മഹത്വം എന്താണെന്ന് അറിയാൻ പഠിക്കും നിങ്ങളൊക്കെ. കുറേ പേര് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ നടക്കുന്നു. വചനം പറയുന്നുണ്ട് മകൻ മാത്രം മതി. ഈ മകൻ എങ്ങനെ ജനിച്ചു? ഒരു അമ്മയുടെ ഉദരത്തിലൂടെ തന്നെയല്ലേ ഈ ഭൂമിയിലേക്ക് പിറന്നത്? ആ അമ്മയെ ആര് തിരഞ്ഞെടുത്തു? നിങ്ങളാരെങ്കിലും തിരഞ്ഞെടുത്തതാണോ? ഈ വചനത്തെ എഴുതി വെച്ചേക്കുന്ന വചനങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? അത് നിവേശിതമായി പരിശുദ്ധാത്മാവിനാൽ സമ്പൂരിതരായി കഥാവായിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യർ രചിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അല്ലാതെ നിങ്ങളാരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളുടെയൊക്കെ ഭാവവും പഠിതിയും നിങ്ങളുടെയൊക്കെ സംസാരവും വചനം പടി വചനത്തിൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ഞങ്ങൾ ആരാധിക്കുന്നുണ്ട് കർത്താവ് തമ്പുരാനെ. അമ്മയെ ഞങ്ങൾ വണങ്ങുക മാത്രമേ ചെയ്യുന്നത്. അമ്മ ഞങ്ങളുടെ സ്വന്തമാടോ. കർത്താവ് തന്ന ഏറ്റവും വലിയ മഹാപുണ്യം. അത് നിങ്ങളെപ്പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാൽ ലോകം മുഴുവൻ നിറഞ്ഞ അമ്മ വേണ്ട മകൻ മതി, അമ്മ വേണ്ട മകൻ മതി എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലെ അമ്മമാരുടെയൊക്കെ അവസ്ഥ എന്താണോ എന്തോ എനിക്കറിയാമേ. വൃദ്ധസദനങ്ങളിലാണോ ഇനി കുഴികുത്തി മൂടിയോ ഇതിനെയൊക്കെ? ആദ്യം സ്വന്തം വീട്ടിലിരിക്കുന്ന അമ്മമാരെ ഒന്ന് സ്നേഹിക്കാൻ ബഹുമാനിക്കാൻ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കർത്താവിൻ്റെ അമ്മയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നിങ്ങൾക്ക് കഴിയും. പിന്നെ അത് ഞങ്ങളുടെ വിശ്വാസമാണ്. അമ്മയെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും അഹങ്കാരത്തോടെ തന്നെ പറയാം ഞങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾ കേരളത്തിലുള്ളവരെ തിരുത്തും, വിദേശത്തുള്ളവരെ പോയി തിരുത്തൂ. ലോകം മുഴുവൻ ഇന്ന് പരിശുദ്ധ അമ്മയ്ക്കൊരു സ്ഥാനം കൊടുക്കുന്നുണ്ടല്ലോ. ത്രിലോകരാജ്ഞിയായി കർത്താവ് തമ്പുരാനാൽ തന്നെ അവരോധിക്കപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ കേരളത്തിൽ മാത്രമല്ല ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. ലോകം മുഴുവൻ എല്ലാ മനുഷ്യനും പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ കാരണം ഈ മണ്ണിൽ പോലും വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ കൂടുതൽ ആൾക്കാർ പള്ളിയിൽ ഹാജരാവുന്നത് പ്രാർത്ഥിക്കുന്നതൊക്കെ പരിശുദ്ധ അമ്മയുടെ ദിവസമായ ബുധനാഴ്ചയാണ്. അതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അത്രയധികം അവരും അമ്മയ്ക്ക് സ്ഥാനം നൽകുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ വീടുകളിൽ ഓരോ അമ്മമാരുണ്ട്. അവർക്കൊക്കെ ജന്മം നൽകിയ അമ്മമാരെ അവർക്ക് കളയാൻ പറ്റില്ലല്ലോ. ആ അമ്മമാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധ അമ്മയും ആദ്യം അംഗീകരിക്കാൻ പഠിക്കുക. നിങ്ങളൊക്കെ സ്നേഹിക്കാൻ പഠിക്കുക, ബഹുമാനിക്കാൻ പഠിക്കുക. എന്നിട്ട് ആദ്യം മനസ്സിലാക്കുക, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആദരവോടും കൂടി ഞങ്ങൾ ആരാധിക്കുന്നത് കർത്താവിനെ തന്നെയാണ്. പിന്നെ താങ്കളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. താങ്കളുടെ വിവരക്കേട് എനിക്കില്ല. അതുകൊണ്ട് താങ്കൾ വീണ്ടും ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. താൻ അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ കൃപാസനത്തെയും ജോസഫ് അച്ഛനെയും എൻ്റെ കർത്താവിനെയൊക്കെയും ഇങ്ങനെ ആക്ഷേപം പറഞ്ഞ് താൻ രസിക്കുമ്പോൾ അത്രയധികം ശക്തിയോട് ഞാൻ ഈശോയോട് ചെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്വന്തം അമ്മയാണ് ഈ പറയുന്നത് മുഴുവൻ. ഇയാൾക്ക് മറുപടി കൊടുക്കാൻ തൻ്റെ ഇടമുള്ളതും ചെയ്യേണ്ടതും നീ മാത്രമാണ് എൻ്റെ കർത്താവ് തമ്പുരാൻ. ഉറപ്പാണത് തന്നിരിക്കുന്നതിനൊക്കെ. കാരണം ലോകത്തിൽ എന്തും എൻ്റെ കർത്താവ് സഹിക്കും, എന്ത് ക്ഷമിക്കും കർത്താവ്. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്കെതിരെ ഒരു വിരൽ ചൂണ്ടിയാൽ, അമ്മയ്ക്കെതിരെ വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കില്ല എൻ്റെ കർത്താവ്. നിനക്കുള്ള പ്രതിഫലം തരാൻ ഞാനല്ല വരിക, ഈ ലോകം മുഴുവനുമല്ല വരിക, എൻ്റെ കർത്താവ് ഇറങ്ങി വരും. കാരണം സ്വന്തം അമ്മയാണ് ഇത്രയേറെ ആക്ഷേപിക്കുന്നത്. നിൻ്റെ വീട്ടിലിരിക്കുന്നത് നിൻ്റെ അമ്മയെ ആക്ഷേപിക്കാൻ ആരും വരുന്നില്ല. കുറുവാസന അമ്മ എന്ന വാക്കുകളിലൂടെ നീ ഓരോ തവണയും ആക്ഷേപിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം അമ്മയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ്. അങ്ങനെയെങ്കിൽ നീ കാത്തിരുന്നുള്ളൂ. ഇന്നു മുതൽ നിനക്ക് വേണ്ടി കർത്താവിനോട് വഴക്കിടുക ഞാനാണ്. നിനക്കിതിനുള്ള ശിക്ഷ തന്നേ മതിയാവും. പിന്നെ നീ പറയുന്ന പോലെ കേരളത്തിലെ ജോസഫച്ചനെ സ്വപ്നം കാണുന്ന പെണ്ണുങ്ങളൊന്നും പിഴകളല്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്, സുഗന്ധം അത് പരിശുദ്ധ അമ്മയുടെ സുഗന്ധമാണ്. അത് നിന്നെപ്പോലെ രണ്ടും കെട്ട നിറുകിട്ടവന്മാരുടെ അടുക്കൽ എത്തില്ലത്. ആ ആത്മസുഗന്ധം അത് അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണത്.
അത് കിട്ടണമെങ്കിൽ വേണം ഭാഗ്യം. അമ്മയൊന്ന് കാണണമെങ്കിൽ, ആ സാന്നിധ്യം വേണമെങ്കിൽ അറിയണമെങ്കിൽ വേണം ഒരു ഭാഗ്യം. അത് നിങ്ങളെപ്പോലുള്ള ആർക്കും കിട്ടുന്ന ഒന്നല്ല. ഇങ്ങനെ ചാനലുകളിൽ കുത്തിരുന്ന് വേറെ ഒരു കാര്യം പറയാനില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി താങ്കൾ പറഞ്ഞോളൂ, ഇനിയും പറഞ്ഞോളൂ. താങ്കൾ എത്ര ശക്തി എടുത്ത് പറയുന്നു അത്രയും കർത്താവിൻ്റെ തിരുമുമ്പിൽ തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനുണ്ടാവും. തനിക്ക് ശിക്ഷ മേടിച്ച് തന്നേ ഞാൻ അടങ്ങുള്ളൂ. കാരണം ഇതെൻ്റെ വാശിയാണ്. ഇന്ന് വരെ എൻ്റെ കർത്താവിൻ്റെ തുരുമ്പിൽ ചെന്ന വാശിയോടെ നിന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. ഇതെൻ്റെ വാശിയാണ്. അതിനെത്ര പട്ടിണി കിടന്നാലും ഉപവാസം എടുത്താലും ഞാനത് നേടിയെടുക്കും. നിനക്കുള്ള ശിക്ഷ എൻ്റെ അമ്മയല്ല തരിക, എൻ്റെ കർത്താവ് തമ്പുരാൻ. നിനക്കുള്ള ശിക്ഷ കിട്ടിയേ മതിയാവുള്ളൂ. പിന്നെ അമ്മയില്ലെന്ന് പറയുന്ന എല്ലാ മഹാന്മാരോടും ഇതിൻ്റെ അടിയിൽ വന്നും പറയണ്ട അമ്മയില്ലാന്ന്. എത്ര വന്ന് നീയൊക്കെ സംസാരിച്ചാലും എന്തൊക്കെ ബൈബിളിലെ വാക്യങ്ങളും സൂക്തങ്ങളും ഒക്കെ കൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്നാലും ആ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോട് പറഞ്ഞ് ഞങ്ങൾക്ക് തന്ന മഹാസമ്മാനമാണ് എൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ, ഞങ്ങളുടെ കൃപാസന അമ്മ. ആ അമ്മയെ വിട്ട് അമ്മയുടെ മണ്ണിൽ കാലുകുത്തിയ ഒരാളും അമ്മയെ വിട്ട് കളിക്ക് തയ്യാറാവില്ല. കാരണം അത് ഞങ്ങളുടെ ഉള്ളിലെ ആത്മധൈര്യമാണ്. അമ്മയുടെ കരത്തിലേക്ക് ഞങ്ങളൊരു കരം ചേർത്ത് വെച്ച് കൊടുത്താലുണ്ടല്ലോ അവിടെ കർത്താവ് ഉണ്ടാകും. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. അത് നിങ്ങളെപ്പോലെ അമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കും കുറുവാസനമെന്നും ജോസഫ് അച്ഛനെന്നും കുറുവാസനത്തിൽ പോകുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഭ്രാന്താണെന്ന് പറയുന്നവർക്കും മനസ്സിലാകില്ല. അത് മനസ്സിലാകണമെങ്കിൽ ചില കുറവുകളൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റണം. നിങ്ങളുടെ കുറവുകളൊക്കെ ഇതുവരെ ദൈവം തമ്പുരാൻ എടുത്ത് മാറ്റിയിട്ടില്ല. സ്വന്തം അമ്മയുടെ മഹത്വം അറിയെങ്കിലല്ലേ കർത്താവിൻ്റെ അമ്മയുടെ മഹത്വം അറിയൂ, അല്ലേ? ബൈബിളിൽ എവിടെയും കർത്താവിൻ്റെ അമ്മയെ പറ്റി പറഞ്ഞിട്ടില്ലേ? ബൈബിള് തന്നെ ഉണ്ടായത് കർത്താവിൻ്റെ അമ്മയുള്ളത് കൊണ്ടാണ്. കർത്താവ് എന്നൊരു വ്യക്തി ജനിച്ചുകൊണ്ടല്ലേ ബൈബിൾ ഉണ്ടായത്. പിന്നെ ഈ അമ്മ എന്തിനാണ് നിങ്ങളൊക്കെ മാറ്റി നിർത്തുന്നതെന്നും അമ്മ വേണ്ടാന്ന് പറയുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നേ എനിക്കറിയൂ, നിങ്ങളുടെയൊക്കെ അമ്മമാരുടെ ഗതികേട് വല്ലാത്തതാണ്. സ്വന്തം അമ്മയെ ബഹുമാനിക്കാൻ സ്നേഹിക്കാൻ നിങ്ങൾക്കറിയില്ലല്ലോ. കഷ്ടമേ കഷ്ടം. അപ്പോൾ പ്രൈസ് ലോർഡ്. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വിഷയമായിട്ട്.